അതിലൊന്നാമത്തെ മാനദണ്ഡമേതാ? തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, സഹോദര, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സഹോദരങ്ങള്, വിവാഹത്തിലൂടെ മുന്നോട്ടൊരു കുടുംബ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാരെ, ഗൗരവത്തിലൊന്ന് ആലോചിച്ചോ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞ മാനദണ്ഡമാണോ വൈവാഹിക ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്? ആ ഒരു മാനദണ്ഡമാണോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സാധാരണ ആളുകള് സമ്പത്ത് നോക്കി വിവാഹം കഴിക്കാറുണ്ട്, സമ്പത്ത് നോക്കി വിവാഹം കഴിക്കാറുണ്ട്, നല്ല പണമുള്ള കുടുംബത്തിനെ അന്വേഷിച്ചു പോകാറുണ്ട്. സാമ്പത്തികമായ ശേഷിയില്ലെന്ന് പറഞ്ഞാൽ, പെണ്ണിന് ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കുടുംബിനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ 5 സമയവും പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആരാധനാപൂർവ്വം മുന്നോട്ട് പോകുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആധുനിക സാഹചര്യത്തിൽ പണത്തിന്റെ പളവളപ്പിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ ഒന്നാലോചിക്കണേ, പണത്തിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോകുമ്പോ ഒരു മരുമകനെ അന്വേഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ ആ കുടുംബത്തിലെ ജീവിതത്തിലേക്ക് ഒരു അന്വേഷണം നടത്തുമ്പോ, പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടി ഒരു മരുമകളെ അന്വേഷിക്കുമ്പോ അവന്റെ ശമ്പളത്തിന്റെ സ്കെയിൽ അന്വേഷിക്കുകയാ, അവന്റെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയണേ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന്റെ മകളുടെ മകളെയാകുന്ന മാതൃകാ മകളെയാകുന്ന സ്വർഗത്തിലെ തമ്പുരാട്ടിയാകുന്ന മഹതിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടിയിട്ട് ഒരണയെ തേടി ഇറങ്ങിയ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി എന്ന പൊന്നുമോൾക്ക് ഒരു വരനെ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് നൽകി, അവിടുന്ന് ഉദ്ദേശിച്ച മാനദണ്ഡമേതാ? അവിടുന്ന് ഉദ്ദേശിച്ച മാനദണ്ഡമേതാ? പണപ്പിന്റെ പളപളപ്പ് നോക്കിയല്ല പ്രവാചകൻ പുറപ്പെട്ടത്. അലിയാര് തങ്ങളെ പരിചയമില്ലാത്തൊരു മുസ്ലിമുണ്ടോ? അലിയാര് തങ്ങൾ, മഹാനായ അലിയാര് തങ്ങള് വലിയ വലിയ ബാങ്ക് അക്കൗണ്ടുകളുള്ള ആളല്ല കേട്ടോ, റബ്ബർ എസ്റ്റേറ്റുകളുള്ള ആളല്ല കേട്ടോ, ഹർമ്മങ്ങളുടെ ഉടമസ്ഥനല്ല കേട്ടോ, ഒരുപാട് തെങ്ങന്തോപ്പുകളുള്ള ആളല്ല കേട്ടോ. അലിയാര് തങ്ങളുടെ തൊഴിലെന്താണെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വരനെ അന്വേഷിച്ചു പോയ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അന്വേഷിച്ചു ചെന്നത് എവിടെയാണെന്നറിയുവോ? അലിയാര് തങ്ങളുടെ അടുത്ത അലിയാര് തങ്ങളുടെ തൊഴിലെന്താണെന്നറിയുവോ? രാവിലെ കത്തിയുമായിട്ട് കടന്നു പോകുമ്പോ, പുല്ല് മുറിച്ചുകൊണ്ട് കടന്നു വരുമ്പോ, അതാ കാട്ടിലും കാട്ടിലും അതുപോലെ പരിസരത്തും താഴ്വരയിലും താഴ്വാരങ്ങളിലും അതാ പുല്ലറുത്തുകൊണ്ട് ഒട്ടകങ്ങളും കുതിരകളും ഉള്ള മുതലാളിമാരാകുന്ന കാട്ടറബുകളുണ്ടല്ലോ, അറബികളുണ്ടല്ലോ, അവരുടെ സമീപത്ത് കൊണ്ടുപോയി പുല്ല് കൊടുത്തുകൊണ്ട് ആ പുല്ലിൽ നിന്ന് കെട്ടുന്ന വേദനം കൊണ്ട് ജീവിച്ച പാവപ്പെട്ടവനാ അലിയാര് തങ്ങള്. പക്ഷെ അലിയാര് തങ്ങളുടെ ക്വാളിറ്റി എന്താ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞതെന്താ? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അഷ്റഫുൽ ഖൽഖ് തിരഞ്ഞെടുത്ത മാനദണ്ഡം തിരഞ്ഞെടുക്കാൻ, അഷ്റഫുൽ ഖൽഖ് തിരഞ്ഞെടുത്ത മാനദണ്ഡം തിരഞ്ഞെടുക്കാൻ ആധുനിക നൂറ്റാണ്ടിലെ മുസ്ലിമാന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അലിയാര് തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ, അലിയാര് തങ്ങൾ അതിലേക്കുള്ള കവാടമാ, അലിയാര് തങ്ങൾ അതിലേക്കുള്ള കവാടമാ. വിജ്ഞാനമെന്ന മാനദണ്ഡം അലിയാര് തങ്ങളെ കൊണ്ട് ഹബീബായ പ്രവാചകൻ തെരഞ്ഞെടുക്കുമ്പോ പോരാ. ആരാധനയുടെ പർവ്വങ്ങളിൽ കയറി പളച്ച തമ്പുരാന് അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ മഹാനാ അലിയാര് തങ്ങള്. അലിയാര് തങ്ങൾ ഒരിക്കൽ കാലിൽ അമ്പുതറച്ചു. നമുക്കറിയാമോ സഹോദരങ്ങളെ, അമ്പുതറച്ചപ്പോ സഹാബികളോട് പറയുന്നു, ആ സഹാബ അമ്പൂരാൻ പറ്റുന്നില്ല, വല്ലാത്ത വേദനയാ. ഞാൻ നിസ്കാരത്തിൽ കിടക്കുമ്പോ, ഞാൻ ഇബാദത്തിൽ കിടക്കുമ്പോ എന്റെ
എന്റെ കാലിൽ തറച്ച അമ്പ് നിങ്ങൾ ഊരണമെന്ന് പറഞ്ഞപ്പോ അലിയാര് തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കൊണ്ട് അല്ലാഹുവായിട്ടുള്ള മുനാജാത്തുണ്ടല്ലോ. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ എന്ന് ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ച നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് മിഅ്റാജ് പോലെയാ. അങ്ങനെയുള്ള നിസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് പാറിപ്പറന്നുപോയ ആത്മീയ ലഹരി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയ അലിയാര് തങ്ങള് സുബ്ഹാനല്ലാഹ് സലാം വിട്ട് കിടന്ന് പരിസരവാസികളായ സഹാബികളോട് പറയുന്നു, അല്ലയോ സഹാബികളെ, നിങ്ങൾ എന്തുകൊണ്ടാ മക്കളെ എന്റെ കാലിൽ തറച്ച അമ്പൂരി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ട് നിസ്കാരത്തിന് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ കാലിൽ തറച്ച അമ്പൂരി എടുക്കാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മക്കളെ? എന്തുകൊണ്ടാണ് നിങ്ങൾ എടുക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോ അലിയാര് തങ്ങളോട് സഹാബികൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഓ അലിയാര് തങ്ങളെ, നിങ്ങൾ നിസ്കരിച്ചോണ്ട് നിന്നപ്പോ നിങ്ങളുടെ കാലിൽ തറച്ച അമ്പ് ഞങ്ങൾ വലിച്ചൂരിയെടുത്തായിരുന്നു. വലിയ ആരാധനയുടെ ആഴങ്ങളിലേക്ക് കടന്നുപോയ അലിയാര് തങ്ങൾ, ആ അലിയാര് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പുല്ല് മുറിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയെ നിനക്കറിയുവോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമാനെ അറിയുവോ? അറിയാമല്ലോ യാ റസൂലല്ലാഹ്. ആ ഫാത്തിമാനെ വിവാഹം ചെയ്യാൻ നിനക്ക് തയ്യാറാണോ? അലിയേ സമ്മതമാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഫാത്തിമാന്റെ പാട്ട് മാത്രം പാടി നടന്നാ മതിയോ പെങ്ങള്? ഫാത്തിമാന്റെ ജീവിതം പഠിക്കേണ്ട പെങ്ങള്, ഫാത്തിമാന്റെ കുടുംബ ജീവിതം പഠിക്കേണ്ട പെങ്ങള്, ആയിഷാന്റെ കുടുംബ പശ്ചാത്തലം പഠിക്കേണ്ട പെങ്ങള്, ഖദീജത്തുൽ കുബ്ര പ്രിയപ്പെട്ട ഹബീബായ പ്രവാചകനെന്ന തന്റെ പ്രാണപ്രയസനാകുന്ന ഭർത്താവിനോട് പെരുമാറിയ പെരുമാറ്റ ചട്ടങ്ങൾ പഠിക്കണ്ടേ പെങ്ങള്? അതുകൊണ്ട് ആലോചിച്ചോ, സാധാരണ ജനങ്ങൾ എടുക്കുന്ന മാനദണ്ഡം മാലിക. ഞാനല്ല പറഞ്ഞത്, അസ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ. സാധാരണ ആളുകൾ വിവാഹം കഴിക്കാൻ മുതൽ നോക്കിയിട്ട് പോയി. കുറച്ചാളുകൾക്ക് മുതലൊന്നും പറഞ്ഞില്ല. നല്ല തറവാടിത്തമുള്ള പെൺകുട്ടികൾ ആളുകൾ തറവാടിത്തം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നു. കുറച്ചാളുകളെ സംബന്ധിച്ചിടത്തോളം പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ പിറന്നവളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല അടിപൊളി നല്ല ചൊറുക്കായിരിക്കണം, ഗ്ലാമറായിരിക്കണം. കണ്ടാൽ ആരും ഒന്ന് പെട്ടെന്ന് പോകാം. ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വലി ജമാലിഹ. ചില ആളുകൾക്ക് ഗ്ലാമർ നോക്കി പോകാം, വേണം വേണ്ട എന്നല്ല. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മറ്റൊരുത്തരന് പറയുകയാ, എന്നാൽ ഒരു കൂട്ടം ചുരുങ്ങിയ ആളുകളെങ്കിലും വലിദീനിക മതബോധമുള്ള പെണ്ണിനെ അന്വേഷിച്ചു പോകാറുണ്ട്. അവർക്ക് പണം പ്രശ്നമല്ല, അവർക്ക് കുടുംബം പ്രശ്നമല്ല, അവർക്ക് ഗ്ലാമർ പ്രശ്നമല്ല. അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുന്ന പെണ്ണുങ്ങള്, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുന്ന പെണ്ണ്, പടച്ചവന് വേണ്ടിയിട്ട് ആരാധന ചെയ്യുന്ന പെണ്ണ്, ഭർത്താവിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യുന്ന, പടച്ചവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ അന്വേഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ദീനീ ബോധമുള്ള ആളുകളുണ്ട്. മറക്കണ്ട, ഈ 4 ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെയാണെങ്കിലും നിങ്ങൾ ദീനീ ബോധമുള്ള ദീനി നിഷ്ഠയുള്ള പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ വിജയിച്ചോ? പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദീനി ബോധമുള്ള പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ വിജയം വരിച്ചോ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നീ മുതൽ നോക്കി പോകുമ്പോ കുറച്ച് മുതൽ കുറവായിരിക്കും, സാമ്പത്തികമായ ശേഷി കുറവായിരിക്കും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആലോചിക്കാൻ പറയും, സാമ്പത്തികമായ ശേഷി കുറച്ച് കുറവായിരിക്കും. പക്ഷേ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണോ? അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണോ? തമ്പുരാനെ ഭയപ്പെടുന്ന പെണ്ണാണോ?
സുബഹിയുടെ സമയത്ത് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങാതെ അവൾ നിസ്കരിക്കുകയും പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്ന, പ്രിയപ്പെട്ട മക്കളെ വിളിച്ചുണർത്തി പടച്ചവനിലേക്ക് തിരിഞ്ഞു നിർത്തുന്ന അല്ലാഹുവിനെ ഭയമുള്ള പെണ്ണാണോ? പൊന്നുമോനെ, മുതല് കുറവാണെങ്കിലോ അവളെ കൊണ്ട് നീ വിജയിച്ചോ പൊന്നുമോനെ, അവളെ കൊണ്ട് നീ വിജയിച്ചോ പൊന്നുമോനെ. നീ സൗന്ദര്യം നോക്കി പോകുമ്പോ നിന്റെ ചേലിനത്തെ ചേലൊന്നുമില്ല, ഒരൽപ്പം തൊലി കറുത്തുപോയാൽ, ഗ്ലാമറൽപ്പം കറുത്തുപോയാൽ എന്തെങ്കിലും ഒരു വൈകല്യമുണ്ട്. പക്ഷേ നീ നിന്റെ വീട്ടിൽ അവളെ നിർത്തിക്കൊണ്ട് പുറത്തേക്ക് പോയാൽ ഏതൊക്കെ ഗ്ലാമറുള്ള മസിൽ പവറുള്ള ചെറുപ്പക്കാര് പരിസരത്ത് കൂടി പോയാലോ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് വഴിവിട്ട ചിന്തയിലേക്ക് കടന്നു പോകാത്ത പെണ്ണാണവളെങ്കില്, അല്ലാഹുവിനെ ഭയമുള്ള പെണ്ണാണെങ്കില് നീ ഗൾഫിലേക്ക് പോയാലോ നിനക്ക് സന്തോഷത്തോടെ പോകാം, ഭയപ്പെടാതെ പോകാം. അവൾ ഏതൊക്കെ സന്ദർഭത്തിൽ ഒറ്റപ്പെട്ടാലോ ഏതൊക്കെ കാമുകന്മാര് ചുറ്റി നടന്നാലും ഒരിക്കലും അവരുടെ വലയിൽ വീഴാതെ അല്ലാഹുവിനെ പേടിക്കുന്ന, നരകത്തിനെ പേടിക്കുന്ന അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട പെണ്ണുങ്ങളുടെ കഥയറിയുന്ന അതേ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്ന പെങ്ങന്മാരുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, അവര് നരകത്തിൽ കിടന്ന് അട്ടഹസിക്കുമ്പോ ആ അട്ടഹാസത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട കാഴ്ച മഹതിയായ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിയോട് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇത്രയും വലിയ ധീരരോധനങ്ങൾക്കുള്ള കാരണമെന്താ? ഇത്രയും വലിയ പ്രയാസങ്ങൾ സഹിക്കാനുള്ള കാരണമെന്താ? ഇത്രയും വലിയ ശിക്ഷ അവർ ഏറ്റുവാങ്ങാനുള്ള കാരണമെന്താ? ഉടൻ തന്നെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞില്ലേ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പ്രിയ ഭർത്താക്കന്മാരെ വന്ദിക്കുന്ന പെണ്ണുങ്ങളാവരുന്നോ ആ ചരിത്രം അറിയാവുന്ന റബ്ബിനെ പേടിയുള്ള പെണ്ണാണെങ്കില് പൊന്നുമോനെ, ഗ്ലാമർ അല്പം കുറവായിരുന്നാലും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു മതബോധമുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ. നോക്കുമ്പോ എല്ലാവത്ത് കുടുംബം അങ്ങോട്ട് ശരിയാവുന്നില്ല, നിന്റെ അത്രയും ക്വാളിറ്റി ഒന്നുമില്ല, നിന്റെ കുടുംബത്തിന്റെ അത്രയും ക്വാളിറ്റി ഒന്നുമില്ല, വലിയ കുടുംബ മഹിമയൊന്നും പറയാനില്ല. പക്ഷേ റബ്ബിനെ ഭയപ്പെടുന്ന കൽബുകൾ അവളുടെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് അഹദായ തമ്പുരാനോട് ഇഷ്ടമുണ്ടോ? അഹ്മദായ മുസ്തഫ നബിതങ്ങളോട് ഇഷ്ടമുണ്ട്. നിന്റെ അരമനയുടെ അകത്തളത്തെ ആത്മീയമായ പരിവേശമുള്ളതാക്കുന്ന പെണ്ണാണെങ്കില്, റബ്ബിനെ ഭയപ്പെടുന്ന പെണ്ണാണെങ്കില്, 5 വഖത്തും കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണാണെങ്കില്, ഇബാദത്തിന് മടിയില്ലാത്ത പെണ്ണാണെങ്കില്, അനുസരണ ഭാവമുള്ള പെണ്ണാണെങ്കില്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടോ സ്വന്തം ഉപ്പയെയും ഉമ്മയെയും പരിചരിക്കുന്നത് പോലെ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെയും